സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം അഷറഫൊക്കെ നമ്മുടെ വീഡിയോ റിലീസ് ചെയ്തായിരുന്നു. അതായത് റൂട്ട് റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ അദ്ദേഹം വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. അതിനകത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മളൊരു ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കുറച്ച് പാതി വഴി കിടക്കുമായിരുന്നു. പണിയാൻ ആരംഭിക്കുകയാണ്. അതായത് ഇന്ന് നമ്മുടെ അളിയന്മാർ നമ്മുടെ ഹോം സ്റ്റേക്ക് വേണ്ടിയുള്ള കഥവും ജനലും ഒക്കെ ആയിട്ട് പണിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, മറ്റു കാര്യങ്ങൾ, നമ്മുടെ അത്തരം ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഹോം സ്റ്റേയുടെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇതിനകത്തെ കസേരയൊക്കെ എടുത്ത് മാറ്റി. കാരണം സാധനമൊക്കെ കയറ്റിക്കൊണ്ട് വരേണ്ടതാണ്. അതുകൊണ്ടാണ് കസേരയൊക്കെ എടുത്ത് മാറ്റിയത്. അവർ കാവാലത്ത് 40 ഷാപ്പ് ചിട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തുക. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ അവരെ പിക്ക് ചെയ്യേണ്ട സ്പോട്ടിലേക്ക് എത്തുകയാണ്. എനിക്ക് റോഡില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഇതുപോലുള്ള വള്ളത്തെ വേണം നമ്മൾ സാധനം കയറ്റി കിടക്കാൻ. ഇതിപ്പം നമുക്ക് സൗകര്യമുള്ള വള്ളമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ കിടക്കുന്ന വള്ളം കണ്ടോ, ഇതുപോലുള്ള വള്ളങ്ങളിലാണ് എല്ലാ വീട്ടിലും റോഡുള്ള സ്ഥലങ്ങളിലെ എല്ലാ വീടുകളിലും ബൈക്കും കാറും ഉള്ളതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും ഇത്തരം വള്ളങ്ങളുണ്ട്. ഇത്തരം വള്ളങ്ങളിലാണ് നമ്മൾ കയറ്റി നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ, ഇത് കായലിലൊക്കെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. ഇതിൽ വലിയ ബാർജ് പോലുള്ള വള്ളങ്ങളുണ്ട്. അതിൽ കയറ്റിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവർ വരണം. അവരൊരു 10 മിനിറ്റിലെത്തും. നമ്മളെ വണ്ടി വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയായി കിടക്കുന്ന കുരിക്കമടം നമ്മുടെ സ്വന്തം വണ്ടിയാണ്. കൂട്ടുകാർ വരുന്ന വണ്ടിയാണത്. ലൈറ്റൊക്കെ അടിച്ച് പ്രോ ആയിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? ഈ വള്ളം കിടക്കുന്നത്. ഇങ്ങനെ നാക്കുണ്ടോടെ? വാ കയറാൻ പോവാം. ഇവിടെ ഒന്നുമില്ലാണോ വന്നേ? ടൂർ വന്നാണോ? എന്തി സാധനം എന്തി? ഓ പോവാ. ഇതിലേ കയറ്റാം. ഇവിടെ തള്ളി തന്നാൽ മതി, ഞാൻ എടുത്തോളാം. അല്ലേലും എടുക്കണമല്ലോ അല്ലേ? ചാരി വെച്ചാൽ മതി. ഇല്ല, മേളിച്ചോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ അളിയനാണ് കേട്ടോ. നമ്മൾ കുട്ടപ്പ എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ സ്വന്തം കമ്പനിയാണ് KS അലൂമിനിയം ഫാബ്രിക്കേഷൻസ്. കേരളത്തിൽ എവിടെയും പണിയെടുക്കും. പണിയെടുക്കാൻ ഒരു മടിയില്ലല്ലേ സോ? അധികം സംസാരിക്കാത്ത ഒരാളുണ്ട്, കറുപൊടി. അപ്പോഴത്തെ സാധനമല്ല നമ്മൾ ബോട്ടെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം, ഫിറ്റ് ചെയ്യണം. രാജൂർ ഷാപ്പല്ലേ? അതപ്പറേ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർ ഗസ്റ്റ് അല്ല, പണിക്ക് വരുന്നാലും അവർക്ക് ട്രിപ്പാണ്. ഇതോടെ പോവാണോ?
ഞങ്ങൾക്ക് പടയാളികളൊക്കെ ഉണ്ട് കേട്ടോ, ഹെൽപ്പിന് ഇഷ്ടം പോലെ വെടിവെപ്പുകാരിക്കുന്നുണ്ടോ കണ്ടോ. അവിടെ മാറുവോ ഞങ്ങളുടെ തരാൻ പോവോ. കൊടുക്കാൻ വല്ല ഉണ്ടോ? ഓ ഇതിപ്പോൾ കുളമായി ഞാൻ തണുപ്പുണ്ടോ നോക്കി കുട്ടപ്പന് ഇവിടെ തണുപ്പുണ്ടോ നോക്കിയിട്ട് പിടിച്ചാൽ മതി. നോക്കി തണുപ്പുണ്ടോ ഇല്ല. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇടവേളയാണ്, അതായത് ലഞ്ച് ടൈമാണ്. ഇവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ആറ്റുവാള കറി വെച്ചത്, പിന്നെ ചെറുകുറുവ വറുത്തത്, കോവയ്ക്ക വറുത്തത്, കാത്തോരൻ, പിന്നെ പുളിശ്ശേരി. നമ്മുടെ വീട്ടിൽ ഗസ്റ്റായാലും നമ്മുടെ പണിക്കാരായാലും അവർക്ക് നല്ലൊരു ലഞ്ച് കൊടുക്കാറുണ്ട്, നമ്മുടെ പതിവാണ്. അവരുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പണികളായിട്ട് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ജനലും ബാത്റൂമിൻ്റെ ഡോറുമാണ് അവർ വെച്ചിരുന്നത്. ഒറ്റ പണിയാണ് ഇതുണ്ട്. അപ്പം അവർ പണി കഴിഞ്ഞ് അവർ കാപ്പി കുടിക്കുന്നു. പിന്നെ അവർക്ക് പോകാൻ നേരത്ത് സ്വല്പം മീനും കൂടെ കൊടുത്തു വിടണം. ഇതുണ്ടോ സ്ലൈഡിങ് എല്ലാം ഉണ്ട്. ഇവിടെ നോക്കിയാൽ പാടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഉടനെ തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവിടുത്തെ ബാത്റൂമിൻ്റെ ഇനി മെയിൻ വാതിൽ സെറ്റ് ചെയ്യണം. അത് നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. ഇതിൽ മഴയാണ് കേട്ടോ. ഇനി അവർക്ക് മീൻ കൊടുക്കണം, അവരെ കൊണ്ടാക്കണം. പണിയെല്ലാം കഴിഞ്ഞ് പേയ്മെൻ്റൊക്കെ സെറ്റിൽ ചെയ്ത് വേണ്ടേ ആൾക്ക് കുറച്ച് മീൻ കൊടുക്കുന്നുണ്ട്. ആചാമേ രണ്ട് കൂട്ടർക്ക് മതി മീൻ. നിങ്ങൾ തിരിഞ്ഞെടുത്ത്
ഇടി ഉണ്ടാക്കുവോ തലമാറി മുട്ടുവോ എന്നാ വേണം ചെയ്യും. പക്ഷെ ആശാൻ പറയുന്നത് നാളെ പണിക്ക് വരണമെന്ന് പറഞ്ഞു ഇടി ഉണ്ടാക്കിയ. അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ഒരു സാധനം കൂടെ കൊടുക്കണുണ്ട്. 3 പേർക്കുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരാൾക്ക് സൈസ് ഒക്കത്തില്ല. നമ്മുടെ 3 ബനി സൈസ് നോക്കണേ. 40. നിനക്ക് 40 പറ്റൂടാ? ഇല്ല, അവന് 38. നേരത്തെ റെഡിയായിരിക്കും. അപ്പൊ നമുക്ക് പോകാം. കൊച്ചിന് മാത്രമില്ല. നല്ല ഇറക്കാം. ശരി, കാണുമ്പോൾ കാണാം. ശരിടാ. ആ ശരിടാ, വിട്ടു. ശരി. ആ